DLED കോഴ്സിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് DLED കോഴ്സിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. 50% മാർക്കോടെ പ്രീ ഡിഗ്രി പാസ്സായിരിക്കണം, അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ്സായിട്ടുണ്ടായിരിക്കണം. യോഗ്യതാ പരീക്ഷ പാസ്സാവാൻ 3 ചാൻസിൽ കൂടുതൽ എടുക്കാൻ പാടുള്ളതല്ല. OBC വിഭാഗക്കാർക്ക് 5% ഇളവ് മാർക്കിലുണ്ട്. SC/ST വിഭാഗക്കാർക്ക് മാർക്കിൻ്റെയും ചാൻസിൻ്റെയും പരിധിയില്ല. പ്രായപരിധി ജനറലിന് 17 മുതൽ 33 വയസ്സ് വരെ, SC/ST വിഭാഗക്കാർക്ക് 38 വയസ്സ് വരെ, പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് 36 വയസ്സ് വരെ. ഓരോ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ ഒരു സീറ്റ് സ്പോർട്സ് കോട്ടയ്ക്കായി നീക്കിവെച്ചിട്ടുണ്ട്. അപേക്ഷ സ്പോർട്സ് കൗൺസിലിനാണ് കൊടുക്കേണ്ടത്. ശേഷം 10/7/2024 മുമ്പായി അപേക്ഷിച്ചതിൻ്റെ കോപ്പി വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം. EWS സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിന് 10% സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. NCC കേഡറ്റുകൾക്ക് 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡൻസിൻ്റെ രാജപുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ കിട്ടിയവർക്കും മുൻഗണന ഉണ്ട്. NSS നാഷണൽ ക്യാമ്പ്, റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട്. ഒരു റവന്യൂ ജില്ലയിൽ മാത്രം അപേക്ഷിക്കണം. ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷിച്ചാൽ അപേക്ഷ നിരസിക്കുന്നതാണ്. ന്യൂനപക്ഷ സമുദായ വിഭാഗത്തിന് മുൻഗണനയുണ്ട്. അപേക്ഷയിലെ കോളങ്ങൾ എല്ലാം പൂരിപ്പിച്ചിട്ടുണ്ടാവണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 18/7/2024. +2ൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് അയക്കേണ്ടത്. അപേക്ഷാ ഫോം www.education.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് അപേക്ഷയിൽ ഒട്ടിച്ചിരിക്കണം. അല്ലെങ്കിൽ 5 രൂപ ട്രഷറിയിൽ അടച്ച ചലാൻ രസീത് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. SC/ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. അപേക്ഷകർ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ മേൽവിലാസം നോട്ടിഫിക്കേഷനിലുണ്ട്. +2 പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 10ാം ക്ലാസ്സിൽ പാർട്ട് 1 ആയോ പാർട്ട് 2 ആയോ പഠന മാധ്യമമായോ മലയാളം പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് DLEDന് അപേക്ഷിക്കാൻ പാടുക. അപേക്ഷാ ഫോമിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് അപേക്ഷാ ഫോമിൽ എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാം. അപേക്ഷാ ഫോമിൽ ആദ്യം എഴുതേണ്ടത് റവന്യൂ ജില്ലയെക്കുറിച്ചാണ്. അതായത് ഏത് ജില്ലയിലാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കേണ്ടത്, ആ ജില്ലയുടെ പേര്. അടുത്തത് അപേക്ഷകൻ്റെ പേര്, മേൽവിലാസം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതണം. അതുപോലെ തന്നെ അപേക്ഷകൻ്റെ ഇമെയിൽ, ആധാർ, മൊബൈൽ നമ്പർ എന്നിവ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ജനന തീയതി, വയസ്സ്, ജാതി എന്നിവ പൂരിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം വിമുക്ത ഭടൻ ആണോ എന്നാണ്. വിമുക്ത ഭടൻ ആണെങ്കിൽ ആണ് എന്നെഴുതുക. വിമുക്ത ഭടൻ അല്ലെങ്കിൽ ബാധകമല്ല എന്ന് തന്നെ എഴുതണം. അപേക്ഷയിലെ കോളങ്ങൾ എല്ലാം പൂരിപ്പിക്കേണ്ടതും ബാധകമല്ലാത്തവയിൽ ബാധകമല്ല എന്നെഴുതേണ്ടതുമാണ്. മുഴുവനായി പൂരിപ്പിക്കാത്ത അപേക്ഷാ ഫോം സ്വീകരിക്കുന്നതല്ല. അടുത്ത ചോദ്യം ജവാന്റെ ബന്ധുവാണ്. ആണെങ്കിൽ ആണ് എന്നെഴുതുക, അല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക. EWS ആണോ? ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ ബാധകമല്ല. അടുത്ത ചോദ്യം മാതൃഭാഷ മലയാളം എന്നെഴുതുക. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളുണ്ട്. അതിൽ യോഗ്യതാ പരീക്ഷയുടെ പേര്, അതായത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ജയിക്കാനെടുത്ത ചാൻസിൻ്റെ എണ്ണം, മറ്റ് വിദ്യാഭ്യാസ യോഗ്യത അതായത് ഡിഗ്രിയോ അങ്ങനെ ഏതെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കൂടി എഴുതേണ്ടതാണ്. യോഗ്യതാ പരീക്ഷയുടെ വിവരം നമ്മൾ നൽകേണ്ടതുണ്ട്. അതായത് വിഷയങ്ങൾ, അതിൻ്റെ മാർക്ക്, ഗ്രേഡ് എന്നിവ. ഓരോ വിഷയവും അതിന് കിട്ടിയ മാർക്ക്, ഗ്രേഡ് എന്നിവ പൂരിപ്പിക്കേണ്ടതാണ്. ടോട്ടൽ മാർക്കും അതുപോലെ തന്നെ ശതമാനം, ഗ്രേഡ്, അതുപോലെ തന്നെ പരീക്ഷാ ബോർഡിൻ്റെ പേര് എന്നിവ എഴുതിയിരിക്കണം. അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരനാണോ? ആണെങ്കിൽ ആണ് എന്നും അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക. NCC കേഡറ്റ് ആണോ? കലാകായിക മത്സര പ്രാഗൽഭ്യം ഉണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ ബാധകമല്ല. ദേശീയ തലം, സംസ്ഥാന തലം, ജില്ലാ തലം, ഉപജില്ലാ തലം എന്നിവയിൽ കലാകായിക മത്സരത്തിൽ പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ ടിക്കിട്ടിട്ട് ഉണ്ട്, അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക. ഭാരത് സ്കൗട്ട് ഗെയിംസ് രാജപുരസ്കാർ, രാഷ്ട്രപതി പുരസ്കാർ നേടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ ബാധകമല്ല. സ്പോർട്സ് കൗൺസിലിൽ ഉൾപ്പെട്ടതാണോ? NSS NCC വോളണ്ടിയർ ആണോ?
ആണെങ്കിൽ ആണ് എന്നെഴുതുക, അല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുക. മുൻഗണന ലഭിക്കുന്നതിനായി ഈ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് കോപ്പി എടുത്ത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് എന്നെഴുതി നിങ്ങളുടെ പേര്, ഒപ്പ് എന്നിവ ഇട്ടതിന് ശേഷം അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അടുത്തത് അപേക്ഷാ ഫീസിനെ കുറിച്ച്. ചലാൻ ആണെങ്കിൽ ചലാൻ അടച്ച തീയതി, ട്രഷറിയുടെ പേര്. അതല്ലെങ്കിൽ 5 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കുക. അടുത്ത ചോദ്യം പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ്. ഈ സ്പേസിൽ നിങ്ങൾ അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാലയങ്ങളുടെ പേര് മുൻഗണനാക്രമത്തിൽ എഴുതുക. ഓരോ റവന്യൂ ജില്ലയിലും ഉള്ള വിദ്യാലയങ്ങളുടെ ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്കിവിടെ വിദ്യാലയത്തിൻ്റെ പേര് പൂരിപ്പിക്കാം. അപേക്ഷയുടെ അവസാനം സത്യവാങ്മൂലമുണ്ട്. അവിടെ ഒപ്പ്, അപേക്ഷകൻ്റെ ഒപ്പ്, സ്ഥലം, തീയതി എന്നിവ എഴുതണം. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, അതിൽ സെൽഫ് അറ്റസ്റ്റഡ് എന്നെഴുതി പേര് ഒപ്പിടുക. അതുപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 18/7/2024, അതായത് ജൂലൈ മാസം 18-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപേക്ഷകർ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 10ാം ക്ലാസ്സിൽ മലയാളം പാർട്ട് 1 ആയോ പാർട്ട് 2 ആയോ പഠന മാധ്യമമായോ പഠിച്ചിട്ടുള്ളവർ മാത്രം DLEDന് അപേക്ഷ സമർപ്പിക്കുക. കാരണം LPSA, UPSA എഴുതുവാൻ ഈ യോഗ്യത നിർബന്ധമാണ്. അപേക്ഷ പൂരിപ്പിക്കാൻ ഇനിയും സംശയമുള്ളവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് വീഡിയോ നമ്മൾ അപേക്ഷ പൂരിപ്പിക്കുന്നതിൻ്റെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുക. DLEDുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.